ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് കേട്ടോ. നവംബർ 20 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഇന്നേക്ക് 7 വർഷം തികയാൻ പോവുകയാണ്. അടിയും ഇടിയും ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ നിറഞ്ഞ ഈ ഒരു 7 വർഷം കഴിഞ്ഞ് പോകുന്നതേ അറിയുന്നുണ്ടായിരുന്നില്ല. എത്ര പെട്ടെന്നാണല്ലേ വർഷങ്ങളൊക്കെ പോകുന്നൊരു പോക്ക്. കല്യാണത്തിൻ്റെ മുന്നേ ഞങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് കേട്ടോ ഇന്നുള്ളത്. അതായത് എന്താ പറയുക, 2 പിള്ളേരായി എന്ന് മാത്രമുള്ളൊരു ചേഞ്ച് ചെയ്യുള്ളൂ. അന്ന് ഏട്ടൻ എങ്ങനെയാണോ എന്നെ കെയർ ചെയ്യുന്നത് അതേപോലെ, അതിൻ്റെ ഇരട്ടി എന്ന് തന്നെ പറയും, അത്രയും എന്നെ ഇപ്പോഴും അതേപോലെ തന്നെ കെയർ ചെയ്യുന്നുണ്ട്. കെയർ ചെയ്യുന്ന ഒരു കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, അന്ന് എങ്ങനെയാണോ സ്നേഹം ഉണ്ടായിരുന്നത് അതിൻ്റെ ഇരട്ടിയാണ് ഇപ്പോൾ എന്ന് പറയാം. എന്താ പറയുക, നമുക്കിപ്പോൾ പുറത്തേക്ക് പോകണമെങ്കിലും അതുപോലെ ഒരു എൻ്റർടൈൻമെൻറ്റ്, സത്യം പറഞ്ഞാൽ എൻ്റെ എല്ലാ കുട്ടിത്തരത്തിനും കളികൾക്കൊക്കെ ഏട്ടൻ കൂട്ടി നിൽക്കും. എൻ്റെ എല്ലാ പൊട്ടത്തരത്തിനായാലും എൻ്റെ എല്ലാ തല്ലുകൊള്ളിത്തരത്തിനായാലും ഏട്ടൻ എൻ്റെ കൂടെയുണ്ട്. നെഗറ്റീവ് പറയേണ്ടടുത്ത് നെഗറ്റീവ് പറഞ്ഞും എൻ്റെ തെറ്റുകളിൽ തിരുത്തിയും ശകാരിച്ചും അങ്ങനെ 7 വർഷം. അതിലുപരി എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അതിൽ ഞാൻ ഏറെ സന്തോഷവതിയാണ്. ഇങ്ങനെ കുറേ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ എടുത്ത് കിണറ്റിലിടാൻ തോന്നും. നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എന്തൊക്കെ മറന്നാലും എൻ്റെ ബർത്ത്ഡേ ആയാലും ഏട്ടൻ്റെ ബർത്ത്ഡേ ആയാലും ഈ ഒരു നവംബർ 20 എന്നുള്ളത് എൻ്റെ മനസ്സിൽ മായാതെ കിടക്കുന്ന ഒരു ഡേറ്റാണ്. ഏറ്റവും വലിയ രസം, ഈ ഒരു ദിവസത്തിന് 2 ദിവസം മുന്നെങ്കിൽ ഞങ്ങൾ നവംബർ 20-ാം തീയതി എന്നുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ 2 ദിവസം മുന്നെങ്കിൽ ഞാൻ പറയും, അയ്യോ ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞ് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി, ഏത് കഷ്ടകാലം പിടിച്ച സമയത്താണ് ആ പോലെ തോന്നിയത് എന്നൊക്കെ അങ്ങനെയൊക്കെ പറയാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെയൊക്കെ പറയാറുണ്ടോ? വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ആകെയുള്ള സങ്കടം എന്താണെന്ന് വെച്ചാൽ കേക്ക് കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്താണെന്ന് വെച്ചാൽ മണ്ഡലമാസമാണ് ഈ നവംബർ മാസം എല്ലാ കൊല്ലം വരാറ്. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഇവിടെ വീട്ടിലെ അച്ഛനോ ഏട്ടനോ അനിയന്മാരോ അവരൊക്കെ മാലിട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കേക്കൊന്നും കട്ട് ചെയ്യാൻ പറ്റാറില്ല. അതേപോലെ തന്നെ ഇപ്രാവശ്യം അച്ഛനൊക്കെ മലയ്ക്ക് പോവാൻ മാല ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം കേക്ക് കട്ടിങ് ഒന്നും ഉണ്ടാവില്ല. അമ്പലത്തിലേക്ക് പോകണം, ചെറിയ രീതിയിലുള്ള സദ്യ ഒരുക്കണം, പായസം വയ്ക്കാം, ഇങ്ങനെയൊക്കെ ഈ ഒരു ദിവസം കടന്നു പോകാമല്ലേ. കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒത്തിരി പിരാന്തികളിൽ ഒന്നാണ് ഈ ഫോട്ടോ എടുക്കൽ. അപ്പോൾ ഡെയിലി ഒരു 10 സെൽഫിയെങ്കിലും എടുത്തില്ലെങ്കിൽ എനിക്ക് സമാധാനമാവില്ല. അങ്ങനെ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോസിലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫോട്ടോസ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് തന്നെയായിരുന്നു കേട്ടോ പണി ഉണ്ടായിരുന്നു. രാവിലെ നീച്ച് വരിക, സെൽഫി എടുക്കുക. പിന്നെ അന്ന് നമ്മൾ എഡിറ്റിങ്ങോ ഇൻസ്റ്റ യൂട്യൂബ് അങ്ങനെയൊന്നും ഇല്ലല്ലോ. നേരെ വാട്സപ്പ് സ്റ്റാറ്റസ് പോസ്റ്റ് ചെയ്യുക, വല്ല ബസ് ഓടുന്ന പോലെ കുറേ ഇങ്ങനെ ഫോട്ടോസ് ഇങ്ങനെ ഇടും. അവസാനം വീട്ടുകാരും നാട്ടുകാരും ചീത്ത പറഞ്ഞ സ്റ്റാറ്റസ് ഒന്നിലൊതുക്കി. ഫോട്ടോസ് എടുക്കലൊക്കെ ഒന്ന് കുറഞ്ഞു കേട്ടോ. പക്ഷെ എന്നാലും മോശമൊന്നുമില്ല, പഴയതിനെ വെച്ചിട്ടൊന്ന് കുറഞ്ഞു എന്ന് മാത്രം. ഒരുപാട് ഫോട്ടോസ് ഉണ്ടായിരുന്നു. കുറേയൊക്കെ നമ്മുടെ ഗാലറിയിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. പിന്നെ ഫോൺ ചേഞ്ച് ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ ഫോട്ടോസൊക്കെ ഒരുപാട് പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു 7 വർഷം എനിക്ക് ഒത്തിരി ഹാപ്പിനെസ് നിറഞ്ഞ ദിവസമായിരുന്നു. എന്താ പറയുക, സന്തോഷം മാത്രമല്ല കേട്ടോ, നമ്മൾ മനുഷ്യരല്ലേ, നമ്മൾക്ക് ഒത്തിരി ദുഃഖങ്ങളും ഉണ്ടായിരിക്കും. പക്ഷേ അതിൽ നിന്നും തരണം ചെയ്യാൻ എൻ്റെ ഏട്ടൻ്റെ ഈ ഒരു ചിരി മാത്രം മതി. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഇപ്പോഴും എപ്പോഴും ഉണ്ടാവട്ടെ. ആദ്യത്തെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ 2 സുന്ദരി മണികളുടെ കൂടെയുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പോകുന്നത്. ചെറിയ രീതിയിലാണെങ്കിലും അത് ഭയങ്കര സന്തോഷമുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി കൂടി ഒന്ന് വിഷ് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.